ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രീം കളക്ഷൻസ്. അപ്പോൾ ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ ഈ ചാനലും കൂടി അങ്ങ് പൊടി തട്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി കൂടുതലും ഓർണമെൻറ്റ്സിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഈ ചാനലിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ തമ്മിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതൊരു സമയത്തും അതിന് എന്തൊക്കെ പ്രോഡക്റ്റ്സ് വേണം എന്നുള്ളത് അത് ഈ ഒരു ചാനലിൽ നോക്കിയാൽ കാണാൻ പറ്റും. മറ്റേതിലാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഡെയിലി വ്ളോഗ്സിൻ്റെ ഇടയിൽ ഓർണമെൻറ്റ്സ് വന്നു പോകുമ്പോൾ അത് നിങ്ങൾക്കത് ഏതാണ് എന്നൊന്ന് തപ്പിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പലരുമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ തന്നെ പലരുടെയും റിക്വസ്റ്റ് പ്രമാണിച്ച് ഇതിൽ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ഇനി ഡെയിലി നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്ത് ഞങ്ങൾ ഇപ്പം എന്താണ് എന്നൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. എന്തായാലും ഒരു കറക്റ്റ് ഒരു ടൈം ഫിക്സ് ചെയ്ത് ഡെയിലി നമ്മൾ ഓരോ പ്രോഡക്റ്റ്സ് ആയിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ തുടക്കമല്ലോ, അപ്പോൾ ആദ്യം നമുക്ക് ചെറുതുമെന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഇന്നിപ്പോൾ ഡിസംബർ 1-ാം തീയതിയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വൈകിക്കണ്ട, ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് ഉള്ളൊരു ധാരണയിൽ വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. അതായത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് വൈറ്റ് ഗോൾഡ് ഐറ്റംസ്, അങ്ങനെയുള്ള ഐറ്റംസ്. അപ്പം അതാകുമ്പോൾ നമുക്ക് വളരെ കുറച്ച് സംഭവങ്ങളെ ഇതായത് ഞാൻ എല്ലാം കാണിച്ചിട്ടില്ല, അതിൻ്റെ കുറച്ച് സാമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഓർഡേഴ്സ് തരണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്താൽ മതി. ഇതെന്നല്ല, ഏത് ഓർണമെൻറ്റ്സിനാണെങ്കിലും സാരി എൻക്വയറീസിനാണെങ്കിലും താഴെയുള്ള നമ്പർ, ഇപ്പോൾ 3 നമ്പേഴ്സ് ഉണ്ടാവും. ഡിവൈൻ്റെ നമ്പർ ഉണ്ടാവും, എൻ്റെ ഉണ്ടാവും, മമ്മിയുടെ ഉണ്ടാവും. ഞങ്ങൾ 3 പേരും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അതിലേക്കൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ വൈറ്റ് ഗോൾഡിൻ്റെ കുറച്ച് കളക്ഷൻസാണ്. മാലയുണ്ട്, വള എടുത്ത് വെച്ചിട്ടുണ്ട്, കമ്മൽ ഞാൻ എടുത്തു വെച്ചിട്ടില്ല, നമ്മുടെ കയ്യിലുണ്ട്, സംഭവങ്ങളുണ്ട്. അപ്പം നമുക്ക് നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് കമ്മൽ വേറൊരു ദിവസം വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതാണ്. നമുക്ക് ഇതെല്ലാതും എല്ലാ സൈസിലും അവൈലബിൾ ആണ്. എല്ലാ സൈസ് എന്ന് പറയുമ്പോൾ 2 മുതലുള്ള സൈസിൽ 2 മുതൽ 210 വരെയുള്ള സൈസിൽ ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ അത് ജസ്റ്റ് ഞാൻ സാമ്പിൾസ് കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളിത് 4 എടുക്കണം എന്നില്ല, സിംഗിൾ പീസായിട്ടും നിങ്ങൾക്കിത് കിട്ടും. വൈറ്റ് ഗോൾഡ് ആണ്. വളരെ സിമ്പിളായിട്ട് വളരെ ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റുന്ന ഒരു ഓപ്ഷനാണ്. കയ്യിൽ കിടക്കണതാണ്, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. പെട്ടെന്ന് കളർ പോകും എന്നുള്ള സംഭവമേ നിങ്ങൾ വിചാരിക്കേണ്ട. കളർ പോയാൽ തന്നെ ഇപ്പോൾ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പം കുറേ നാളുകൾക്ക് ശേഷം എന്തെങ്കിലും ഒരു പോയിന്റിൽ കളർ പോകുമല്ലോ, പോയാൽ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് മാത്രമേ കളർ പോവുള്ളൂ. പുറം ഭാഗത്തിന് എപ്പോഴും ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമുക്കിത് റീപ്ലേറ്റ് ചെയ്ത് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണിത്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഡിസൈനാണ്, ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. ഇത് ഓരോന്നായിട്ട് ഇട്ടാലും ഭംഗിയാണ്. ചിലരിങ്ങനെ 4 എണ്ണം ഒരുമിച്ചിടാൻ ഇഷ്ടമുള്ളവരുണ്ട്, അങ്ങനെ ഇടാനും നല്ലതാണ് കേട്ടോ. ഇതൊന്ന്. പിന്നെ അതിനേക്കാളും കുറച്ചും കൂടി തിന്നായിട്ട് വേറൊരു പാറ്റേണിൽ വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ, ഒട്ടും കനമില്ലാണ്ട് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബാംഗിൾസ് ആണ്. ഇതാ ഉണ്ടോ, ഇതൊക്കെ എനിക്കിങ്ങനെ ഒരെണ്ണം ഒക്കെ ഇടാൻ ഇഷ്ടമാണ്, സിമ്പിളായിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഇത് പിന്നെ ഇതിൻ്റെ തന്നെ ഒരുപാട് ഡിസൈൻസ് ഇത് കണ്ടോ, ഫുൾ വൈറ്റ് ഗോൾഡ് പാറ്റേണിൽ വരുന്നതാണ്. ഈ ഓഫീസ് വെയർ ആയിട്ടും ഈ നമുക്ക് ഈവൻ പാർട്ടി വെയർ ആണെങ്കിലും നല്ലതാണ്. ഏതൊരു ഒക്കേഷനും പറ്റുന്ന ഒരു പീസാണ്. ചിലർക്ക് ഈ വൈറ്റ് ഗോൾഡ് തന്നെ ഭയങ്കര ക്രേസ് ഉള്ളവരുണ്ട്. ഒരു സമയത്ത് എനിക്ക് വൈറ്റ് ഗോൾഡിനോട് ഭയങ്കര ബ്രേസ്ലെറ്റ് ഇത്, പക്ഷെ ഇതിൻ്റെയൊക്കെ കളറ് പോയിട്ടാണ് ഒക്കെ തന്നെയാണ്. ഇത് കുറച്ചും കൂടി ഗോൾഡും ഇടയിൽ മാത്രം ഗോൾഡും സിൽവറും മറ്റേ ഒരു കോപ്പർ ഫിനിഷൊക്കെ വന്നിട്ടുള്ളൊരു മിക്സ് ഇതാണ് കേട്ടോ. എന്താ ഇതിങ്ങനെ കുറച്ചും കൂടി വീതിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് നേരത്തെ കണ്ടതിൻ്റെ ഏകദേശം സെയിം പാറ്റേൺ ആണ്. ഇത് സൈസ് ഡിഫറെൻ്റ് ആണെന്ന് മാത്രം, ഇത് തെറ്റി വന്നിട്ടുള്ളതാണ്. നമുക്ക് എല്ലാത്തിൻ്റെയും സൈസ് ഡിഫറെൻറ്റ് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. ഇതാ തടവള, ഇത് കണ്ട, ഇതൊക്കെ കറക്റ്റ് ഗോൾഡ് പോലെ ഇരിക്കുന്നു. നെറ്റ് ബാങ്കിളാണ്, 2 സൈഡിൽ മാത്രം വൈറ്റ് ഗോൾഡായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇടാനുള്ള ലോക്കറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്, മാലയുണ്ട്, ഒരു തിൻ ചെയിനും ഇതിൽ നിന്നൊരു വളയും ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റഡ് യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോവാം. പിന്നെ ഇത് അതിൻ്റെ തന്നെ വേറൊരു നെറ്റ് പാറ്റേൺ.
വളരെ മൈൽഡ് വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. വ്യത്യാസം എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണത് വരുന്നത്. ഇനി വൈറ്റും ഒരു ബ്ലാക്കും ഷെയ്ഡ് കൂടിയിട്ടുള്ള ഒരു അങ്ങനത്തെയും വരുന്നുണ്ട് പാറ്റേൺ. ഇത് കണ്ട, വൈറ്റ് ഉണ്ട്, ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു ഷെയ്ഡും ഉണ്ട്, ഗോൾഡും ഉണ്ട്. അങ്ങനെ 3 ഷെയ്ഡ്സാണ് ഇതിൽ വരുന്നത്. വേണ്ട കിട്ടുന്നുണ്ടാവും ക്യാമറയിൽ കറക്റ്റ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെ കണ്ടമാനം പോയിട്ടുള്ള ഇതൊക്കെ നമുക്ക് ബെസ്റ്റ് സെല്ലറായിട്ട് ഒരു കാലത്ത് പൊക്കോണ്ടിരുന്ന സാധനമാണ്. ഇത് ഒരു സമയത്ത് പിന്നെ നമുക്ക് നിന്നു, ഇതിൻ്റെ വരവ് നിന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് എൻക്വയറി ഉണ്ടിട്ട് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതേ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. കുറേ നാൾക്ക് ശേഷം ഇതാ വന്നിട്ടുള്ളതാണ്. ഇത് നല്ല ഡിസൈനാണ് കേട്ടോ. ഓക്കെ, നല്ല ഭംഗി. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ലെയറിന്റെ വളകൾ 3, 4, 5. ഇതിന്റെ അതും ബ്രേസ്ലെറ്റ് പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മുടെ വളയല്ല, കാപ്പ് പോലെ ഇങ്ങനത്തെ. അതിന്റെ 3 ലെയർ, 4 ലെയർ, 5 ലെയർ, 6 ലെയർ അങ്ങനെ ഇവിടെ കാണണം. അതിനെടുത്ത് വെക്കാൻ മറന്നു പോയതാണ്. സെയിം ഗോൾഡ് ഉണ്ട്, കമ്പിയുടെ വള അങ്ങനത്തെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ, അതും വൈറ്റ് ഗോൾഡിലും വരുന്നുണ്ട്, ഗോൾഡിലും വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പ്ലേറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ ഇതാ വളകൾ ഞാനിപ്പോൾ ഇത്രയും ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ കളക്ഷൻസ് കാണണം, ഡിഫറെൻറ്റ് സൈസസിൽ കാണണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ ഇതാ കുറച്ച് മാലകളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, വൈറ്റ് ഗോൾഡിൻ്റെ. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ്. ഇനി നിങ്ങൾക്ക് പെൻഡൻ്റ് ഇട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ തിരിച്ചിട്ടാൽ ഇവിടെ ഭംഗിയുള്ള ഒന്നല്ലെങ്കിൽ വൈറ്റ് ഗോൾഡിൻ്റെ തന്നെ നമുക്ക് പെൻഡൻറ്റ് യൂസ് ചെയ്യാം. ചിലർ കുരിശിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, കോയിൻ ഇടുന്നവരുണ്ട്, ചിലർ ദേവിയുടെ അല്ലാത്ത അങ്ങനത്തെ ഐഡൽസ് ഇട്ടിട്ട് പെയർ ചെയ്യുന്നവരുണ്ട്. ഇങ്ങനത്തെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ സ്റ്റോൺ മറ്റേ ബോൾസ് വരുന്നുണ്ട്, അത് ചെയ്യാം. അങ്ങനെ ഇട്ടിട്ട് നമുക്കിതാ ഈ ലോങ് ചെയിൻസ്, അതും നമുക്ക് 6 പിടി, 8 പിടി, 10 പിടി അങ്ങനെയുള്ള പല അളവിൽ, കഴുത്ത് നീളത്തിലുള്ള അളവിൽ അതും അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ, ഇത് കുറച്ചും കൂടി ഒരു ശരിക്കും സ്റ്റോക്ക് കഴിഞ്ഞിരിക്കണം. പക്ഷെ ആദ്യത്തിൽ തന്നെ എന്താ പറയുക എടുത്തത് ഇതായി. അപ്പോൾ എന്നാ ഉള്ളത് കാണിക്കാം. 1-ാം തീയതി അല്ലേ ഇത്. വേറൊരു പാറ്റേൺ ആണ് കേട്ടോ. ഇതിങ്ങനെ ഇതിൻ്റെ ഒരു ഡിസൈനും ഇങ്ങനെയൊക്കെ വന്നിട്ട് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് പിന്നെ കുട്ടികൾക്കും ടീനേജേഴ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ലസ് പോലെയാണ്. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇത് ബാക്ക് ചെയിനൊക്കെ ഇട്ട് നീട്ടിയാൽ ഒരു ഇത്രയും ഇറക്കത്തിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വട്ടം ഒരു കസ്റ്റമറിന് നമ്മൾ അങ്ങനെയാണ് ചെയ്തു കൊടുത്തത്. ഇവിടെ നമ്മൾ കുറച്ചും കൂടി ബാക്ക് ചെയിൻ ഇട്ടാൽ ഇത്രയും നീളത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അമ്മമാർക്ക് അങ്ങനെയും കുട്ടികൾക്ക് നെക്ലസ് ആയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിപ്പോൾ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അത് തരുമ്പോൾ അത് ശരിയാക്കി ആക്കിയാൽ അത് ഓക്കെ ആവട്ടെ. ഇപ്പോൾ ജസ്റ്റ് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഇതൊരു പാറ്റേൺ, ഇതും നമുക്ക് വളരെ മൂവിങ് ഉള്ളൊരു ഐറ്റം ആണ് കേട്ടോ. ഒത്തിരി മൂവിങ് ഉള്ളൊരു ഐറ്റം ആണ്. ഇതും ഈ പറഞ്ഞ പോലെ ഗോൾഡിലൊക്കെ 1.5 പവനോളം തൂക്കത്തിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. മാത്രമല്ല നല്ല പണിക്കൂലി വരും. കാരണം ഈ വൈറ്റ് ഗോൾഡൊക്കെ ആകുമ്പം സ്വർണ്ണത്തിലാകുമ്പോൾ നല്ല പണിക്കൂലി വരും. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് ആ ഒരു പണിക്കൂലിയുടെ കാശ് മാത്രമേ നമുക്ക് ഈ ഒരു പണിക്കൂലിയുടെ കാശല്ല, അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കൂലി ആവുള്ളൂ. ഇത് അതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ. കുറച്ചും കൂടി ലൈറ്റ് ഓർണമെന്റ്സ് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇതായിരിക്കും കുറച്ചും കൂടി താല്പര്യം. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, വളരെ തിന്നായിട്ടുള്ള ഒരു ചെയിനിൽ ഇങ്ങനെ വന്നിട്ടുള്ളത്, ബോൾസ് വന്നിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ഇനി ഇത് അടുത്തത് നമുക്ക് ഡംബെൽസ് ഉണ്ട് കേട്ടോ. ഡംബെൽസ് നമുക്ക് ഗോൾഡിൽ പല ടൈപ്പ് വരുന്നുണ്ട്. സാധാരണ നമ്മുടെ പണ്ടത്തെ സിംഗിൾ ലെയർ, 2 ലെയർ, 3 ലെയർ, 4 ലെയർ, 6 ലെയർ വരെ വരുന്നുണ്ട്. ഇത് ഡംബെൽസിൽ തന്നെ ഇങ്ങനെ വൈറ്റ് ഗോൾഡ് ആയിട്ട് വരുന്നതാണ്. വൈറ്റ് ഗോൾഡ്, റോസ് ഗോൾഡ് കോമ്പിനേഷനിൽ വരുന്ന ഡംബെൽസ് ആണ്. ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ ലെങ്ത്ത് കൂടിയതാണ്. ഇതിൻ്റെ ഈ ലെങ്ത്ത് കുട്ടികളുടെ ലെങ്ത്ത് വരുന്നുണ്ട്. വലിയവർക്ക് വേണ്ടിയിട്ടുള്ള 6 പിടി വരുന്നുണ്ട്, 8 പിടി വരുന്നുണ്ട്, 10 പിടി വരുന്നുണ്ട്. ഈ ലെങ്ത്തുകളിൽ തന്നെ 2 ലെയർ വരുന്നുണ്ട്, 3 ലെയറും വരുന്നുണ്ട്, 3 ലെയറായിട്ടും വരുന്നുണ്ട്. അങ്ങനെ 4 ലെയർ ഉണ്ടാവും. ഈ 4 വേണമെങ്കിൽ അത് നിങ്ങളുടെ ആവശ്യപ്രകാരം നമ്മൾ സെറ്റ് ചെയ്യണതാണ്. പക്ഷേ 3 ലെയർ വരെ നമുക്ക് നല്ല ഭംഗിയിൽ. 4 ലെയർ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു ഗോഡിയാവും, അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നില്ല.
അങ്ങനെയും വരുന്നുണ്ട്. ഈ നിങ്ങൾ പറയുന്ന ലെങ്ത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ, അത് സ്റ്റോക്കില്ല. 3 ലെയർ. ഇത് അതിൻ്റെ തന്നെ കോപ്പർ ഇല്ലാണ്ട് വൈറ്റ് ഗോൾഡും മാത്രം കണ്ടോ, ഇങ്ങനെ വരും. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചെറിയ സൈസാണ് കേട്ടോ. ജസ്റ്റ് സൈസ് കാണിച്ചു തരാൻ വേണ്ടി ഓരോന്ന് സാമ്പിൾസ് ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചതാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഇട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. കുട്ടികൾക്കാണെങ്കിലും ഭംഗിയാണ്. ഇപ്പോൾ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ളവർക്കും പ്രായമായിട്ടുള്ള അമ്മമാർക്കും ഡംബൽസിനോട് ചിലർക്കൊരു പ്രത്യേക ഇഷ്ടമുള്ളവരുണ്ടാവും, അവർക്കും ഇത് സുഖമായിട്ട് യൂസ് ചെയ്യാം. ഇതെന്താണിത്? ഒരു ചെയിൻ ആയിട്ടുള്ള, അത് നല്ല രസമുള്ള സംഭവം. ഇത് ഈ ജെൻസ് ചെയിൻ പോലത്തെ ഒരു സംഭവമാണ്. നിങ്ങൾ ഈ ലോക്കറ്റ് നോക്കണ്ട കേട്ടോ. ഇത് നമ്മൾ ലോക്കറ്റ് ഇത് ജസ്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യാം എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇട്ടിട്ടുള്ളൊരു ലോക്കറ്റാണ്. ഒരു ബന്ധമില്ലാത്തൊരു ലോക്കറ്റാണ്. ഇത് നമുക്ക് ജെൻസിൻ്റെ പലതരത്തിലുള്ള മറ്റേ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഹിന്ദുസിന്റെ ഐഡൽസ് ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ ദൈവങ്ങളും നമ്മുടെ പക്കലുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഏത് കാസ്റ്റ് ആയിക്കോട്ടെ, ഏത് വിശ്വാസികളായിക്കോട്ടെ, അതിനനുസരിച്ചുള്ള പെൻഡൻസ് നമുക്കിവിടെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫാൻസി ആയിട്ടുള്ള പെൻഡൻസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. ഈവിളായിട്ട് പെൻഡൻസ് അവൈലബിൾ ആണ്. അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാം. ലേഡീസ് ഇടുന്നുണ്ട് അത്. ഇത് ലേഡീസും യൂസ് ചെയ്യും. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ തന്നെ നമുക്ക് വൈറ്റ് ഗോൾഡിൻ്റെ തന്നെ, അത് ഞാൻ എടുത്ത് വയ്ക്കാൻ മറന്നു കേട്ടോ. വൈറ്റ് ഗോൾഡിൻ്റെ തന്നെ ഈ ജെൻസ് മാലകളുണ്ടല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ കൊളുത്തുള്ളതല്ല, ഇങ്ങനത്തെ അല്ലാണ്ട് സാധാരണ നമ്മൾ ആണുങ്ങൾ ഇടുന്ന മാല, ഫാൻസി മാലകൾ, വൈറ്റ് ഗോൾഡിൻ്റെ തന്നെ ബ്രേസ്ലെറ്റ്സ്, വൈറ്റ് ഗോൾഡ് തന്നെയുള്ള വളകൾ, ഇതൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ പാദസരം, ഹാൻഡ് ചെയിൻ, ഇതൊക്കെ അവൈലബിൾ ആണ്. പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയാണ് ഓർമ്മ വന്നത്. ഓരോന്ന് എടുത്തു തുടങ്ങിയപ്പോഴാണോ ഇതുണ്ടായിരുന്നല്ലോ, അതുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഒരുപാട് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ വീഡിയോസ് അധികം നീട്ടാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. വളരെ ക്രിസ്പായിട്ട് പറഞ്ഞു പോവാം. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, താഴെ കാണുന്ന നമ്പറിൽ ഏതിൽ വിളിച്ചാലും ഏതിൽ മെസ്സേജ് ചെയ്താലും ഞങ്ങൾ എല്ലാവരും അവൈലബിൾ ആണ്. ഇപ്പോൾ സാരിയുടെ എൻക്വയറി ആണെങ്കിലും ഓർണമെൻറ്റ്സിൻ്റെ എൻക്വയറി ആണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ കണ്ടത് മാത്രമല്ല, എന്തൊരു പ്രോഡക്റ്റ്സ് വേണമെങ്കിലും ഈ നമ്പേഴ്സിൽ ഏതിനെങ്കിലും വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ ഞങ്ങൾ ആ നിമിഷം തിരിച്ച് റെസ്പോണ്ട് ചെയ്യും കേട്ടോ. അപ്പോൾ തുടർന്നും ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്മൾക്കിനി പതുക്കെ കയറി വരണം. ഒരുപാട് ഗ്യാപ്പിട്ട് വരുന്ന കാരണം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊന്നും ചിലപ്പോൾ വരാൻ സാധ്യതയില്ല. അപ്പോൾ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഡെയിലി ഞങ്ങൾ ഓരോ പുതിയ കളക്ഷൻസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഓർഡേഴ്സ് എടുക്കാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബൈ.